ഔട്ട് ഓഫ് സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷിലോങ്ങിലുള്ള എയർഫോഴ്സ് മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ് നിർബന്ധമായിട്ട് കൊടുക്കണം. പിന്നെ ഡിഫൻസിലുള്ളവർക്കൊക്കെ എൻട്രി ഫ്രീ ആണ്, അവരുടെ ഫാമിലിക്കും ഫ്രീ ആണ് കേട്ടോ. പിന്നെ ചെറിയ കുട്ടികൾക്ക് 15 രൂപയാണ്. ഫോറിനേഴ്സിന് എൻട്രി ഇല്ല. ഇവിടെ നമുക്ക് യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററും മിസൈലുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ മിനിയേച്ചർ രൂപങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പൈലറ്റിൻ്റെ ഒരു രൂപമുണ്ട്. അവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും നമ്മുടെ തല അവിടെ വെച്ചിട്ട്. അപ്പോൾ ഇത് എൻജിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. ഇത് ഇജക്ഷൻ സീറ്റാണ്. അടിയന്തര ഘട്ടങ്ങളിൽ പൈലറ്റിൻ്റെ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഇജക്ഷൻ സീറ്റ്. ഇത് ടയർ. ഇപ്പോൾ ഇവിടെ അതിനെക്കുറിച്ചൊക്കെ നല്ല വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറേ ഫൈറ്റേഴ്സിൻ്റെയും വിമാനങ്ങളെയൊക്കെ ചിത്രം കാണാൻ പറ്റുന്നുണ്ട് അവിടെ. ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിച്ച യഥാർത്ഥ വിമാനങ്ങളും ഹെലികോപ്റ്ററും മിസൈൽ ലോഞ്ചറും ഒക്കെ നമുക്ക് ഇതിനുള്ളിൽ കാണാൻ പറ്റും കേട്ടോ. ആയിരത്തി 1932 ഇന്ത്യൻ വ്യോമസേന രൂപീകരിച്ചപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയ വിമാനമാണിത്. ഇത് ബ്രിട്ടൻ നിർമ്മിതമാണ്. പിന്നെ ഇവിടെ കുറേ ഓഫീസേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറേ ഫൈറ്റേഴ്സിൻ്റെ ഇതൊക്കെ ഫോട്ടോസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പേരൊക്കെ അതിനടിയിൽ വ്യക്തമായി എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതാണ് മിറാഷ് യുദ്ധവിമാനം. അതിൻ്റെ മുകളിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ MJ അഗസ്റ്റിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റായിരുന്ന ജോസഫ് അഗസ്റ്റിൻ വിനോദിനോടുള്ള ആദര സൂചകമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് അതിൽ കൊടുത്തത്. അദ്ദേഹം ഒരു മലയാളിയാണ്. ഫ്രഞ്ച് നിർമ്മിതമായിട്ടുള്ള ഒരു വിമാനമാണ്. പിന്നെ ഇവിടെ കുറേ മെഡൽസും ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവാർഡ്സും മെഡൽസും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഈ മെഡൽസിൻ്റെ പേരൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലൈറ്റ് സ്റ്റിമുലേറ്റർ ഗെയിം ഉണ്ട്. 100 രൂപയാണ് ചാർജ്. ഇതാണ് കാൻബറ ബോംബർ. 1957 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജെറ്റ് ബോംബർ വിമാനം കൂടെയാണ് ഇത്. 1965, 71 ഇന്ത്യ പാക് യുദ്ധങ്ങളിൽ ശത്രുക്കളെ താവളങ്ങൾ തകർക്കാൻ ഉപയോഗിച്ചതാണിത്. ഇത് ഹോക്കർ ഹെറിക്കെയിൻ 2ാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ചാണ്. ശത്രുക്കളെ ബോംബർ വിമാനങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിടാൻ ശേഷിയുള്ള ഒരു മാരകമായ മെഷീൻ ഗണ്ണുകളൊക്കെ ഉള്ള ഒരു വിമാനമാണിത്. ഇത് എയർഫീൽഡ് ലൈറ്റ്നിങ് സിസ്റ്റത്തിൻ്റെ ഒരു മോഡലാണ്. ഈ കാണുന്നത് ജാഗ്വർ, പിന്നെ MiG-23. ജാഗ്വർ ശത്രുക്കളെ റഡാറുകൾ പെടാതെ ഭൂമിയോട് വളരെ ചേർന്ന് പറന്ന് ബോംബാക്രമണം നടത്താൻ കഴിയുന്ന ഒരു എയർക്രാഫ്റ്റാണ്. MiG-23 ഒരു പോർ വിമാനമാണ്. ഇത് വാമ്പയർ 1965 ഇന്ത്യ പാക് യുദ്ധത്തിലുള്ള ഒരു യുദ്ധവിമാനമാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗണ്ണൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഈസ്റ്റേൺ കമാൻഡിൻ്റെ ഓഫീസേഴ്സിൻ്റെ പിക്ചേഴ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എയർ ഓഫീസേഴ്സ് കമാൻഡിങ് ഇൻ ചീഫ്. GSH-23 കാനോൺ സോവിയറ്റ് നിർമ്മിതമായ ഒരു ഓട്ടോമാറ്റിക് പീരങ്കിയാണിത്. MiG-21 ഇത് പ്രധാനമായിട്ടും ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ക്യാപ്പൊക്കെ കാണുന്നത് എയർഫോഴ്സിലെ വിവിധ വിഭാഗങ്ങളിലുള്ള ഔദ്യോഗിക സെറിമോണിയൽ ക്യാപ്പുകളും പിന്നെ ടൈകളൊക്കെ ആണ് കേട്ടോ. പിന്നെ ഇത് മുമ്പ് കാലത്തുള്ള യൂണിഫോമുകൾ. ഇത് ഓഫീസേഴ്സിൻ്റെ സമ്മർ ഡ്രസ്സാണ്. പിന്നെ അതുപോലെ ഓരോ സീസണിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെയാണ് അവിടെ കാണിക്കുന്നത്.
ഇത് ഓഫീസറിൻ്റെ വിൻ്ററിലുള്ള മെസ് ഡ്രസ്സാണ്. 1952-72 കാലഘട്ടത്തിലുള്ള യൂണിഫോമുകളാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നാൽ ഇത് ഫീൽഡ് ഡ്രസ്സ്. ഇത് ഇപ്പോഴത്തെ യൂണിഫോമാണ്. ഫീൽഡ് ഡ്രസ്സ് ഉണ്ട്, പിന്നെ വിൻ്ററിലുള്ളത്, സമ്മറിലുള്ളത്, അങ്ങനെ എല്ലാ ഡ്രസ്സുകളും അവിടെ കാണിച്ചിട്ടുണ്ട്. എയർക്രാഫ്റ്റ്സിൻ്റെ ഒക്കെ കുറേ മിനിയേച്ചർ രൂപങ്ങളൊക്കെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ വൈറ്റ് ഓറഞ്ചും കളറിൽ കാണുന്നത് പൈലറ്റുമാർക്ക് പരിശീലനം നൽകാൻ ഉപയോഗിക്കുന്ന പ്രാക്ടീസ് ബോംബുകളാണ്. ഈ കാണുന്നത് ഇന്ത്യൻ നേവിയുടെ അഭിമാനമായ INS ബ്രഹ്മപുത്രയുടെ ഒരു സ്കെയിൽ മോഡലാണ്. ഇത് ആഴക്കടലിൽ ഒളിച്ചിരിക്കുന്ന അന്തർവാഹിനികളെ തപ്പിയെടുത്ത് തകർക്കാൻ ശേഷിയുള്ള ഇന്ത്യൻ നാവികസേനയുടെ ഒരു കപ്പലാണ്. കൊൽക്കത്തയിലാണ് നിർമ്മിച്ചത്. മുംബൈ കടലിലാണ് ഈ യുദ്ധക്കപ്പലിൻ്റെ തട്ടുക. ശത്രുക്കളെ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് തന്നെ കണ്ടുപിടിക്കാനുള്ള അത്യാധുനിക റഡാറുകളും സോണാറുകളും ഇതിലുണ്ട്. സിലിണ്ടർ ആകൃതിയിലുള്ള ഈ ഉപകരണം ഇന്ത്യൻ വ്യോമസേനയുടെ MiG-21 യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള കാനനും റോക്കറ്റ് പോഡും ആണ്. പിന്നെ ഇവിടെ നോർത്ത് ഈസ്റ്റിലുള്ള മേഘാലയ, നാഗാലാൻഡ്, ആസാം, സിക്കിം, ത്രിപുര അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളും, പിന്നെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ വിവിധ ഗോത്രവർഗ്ഗക്കാരുടെ പരമ്പരാഗത സംഗീത ഉപകരണങ്ങളും കരകൗശല വസ്തുക്കളും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഓരോ സ്റ്റേറ്റിൻ്റെതായിട്ട് അവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, ഓരോ സ്റ്റേറ്റിൻ്റെ പേരും, പിന്നെ അവരുടെ ഡ്രസ്സ്, അവരുടെ ആയുധങ്ങൾ, സംഗീത ഉപകരണങ്ങൾ, പിന്നെന്തൊക്കെയാ അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരെ കരകൗശല വസ്തുക്കളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് നാഗാലാൻഡിൻ്റെ ആണ്. അപ്പോൾ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണിത്. ഇതവരുടെ ആയുധങ്ങളാണ്. ഈ മ്യൂസിയം മേഘാലയയുടെ തലസ്ഥാനമായ ഷിലോങ്ങിലെ അപ്പർ ഷിലോങ്ങിൻ്റെ മേഖലയിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഈസ്റ്റേൺ എയർ കമാൻഡിൻ്റെ ആസ്ഥാനത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് ത്രിപുരയുടെ ആണ്. ഇത് ആസാം. ഇത് മേഘാലയ. പിന്നെ ഈ കാണുന്നത് അഹം രാജവംശത്തിലെ കുറച്ച് പ്രതിമകളൊക്കെയാണ്. ഇനി നമ്മൾ പുറത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഈ കാണുന്നത് സർഫസ് ടു എയർ മിസൈലാണ്. നിലത്തുനിന്നോ കപ്പലിൽ നിന്നോ വിക്ഷേപിച്ച് ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും ഒക്കെ തകർക്കാൻ കഴിയുന്നതാണ് ഇത്. ഇത് 1988 ഡീകമ്മീഷൻ ചെയ്തതാണ്. ഇത് മിൽ Mi-4 ഹെലികോപ്റ്ററാണ്. 1971 പാക് യുദ്ധത്തിൽ ഇന്ത്യൻ കമാൻഡോകളെ പുറത്തിറക്കിയ ഹെലികോപ്റ്ററാണിത്. സോവിയറ്റ് യൂണിയനിലാണിത് നിർമ്മിച്ചത്.
ഇത് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആണ്. ഇത് കാനഡയിൽ നിന്നാണ് നിർമ്മിച്ചത്. വളരെ അടുത്ത ദൂരത്തിൽ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും പ്രത്യേക ശേഷിയുള്ള കനേഡിയൻ നിർമ്മിത വിമാനമാണിത്. പിന്നെ ഇവിടെ കാണുന്നത് എൻജിനുകളാണ്, എയർക്രാഫ്റ്റ് എൻജിനുകളാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ട്രെയിനിങ് എയർക്രാഫ്റ്റ് ആണ്. ഇസ്ക്ര എന്നാണ് പേര്. പോളണ്ടിൽ നിർമ്മിച്ചതാണ്. 1975 ഒക്ടോബറിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. തെലങ്കാനയിലെ ഹാക്കിംഗ്പേട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ ആസ്ഥാനമാക്കിയുള്ള ഫൈറ്റർ ട്രെയിനിങ് വിങ്സിൻ്റെ കീഴിൽ 2004 ഡിസംബർ വരെ ഇത് പരിശീലനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഷില്ലോങ് എയർഫോഴ്സ് മ്യൂസിയത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പോൾ മേഘാലയ വരുമ്പോൾ കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ആരും മിസ് ചെയ്യരുത്. വരുമ്പോൾ ഒറിജിനൽ ID കാർഡ് നിർബന്ധമാണ്. അപ്പോൾ അത് എടുക്കാൻ മറക്കണ്ട. മൺഡേ അവധിയാണ്. ഡിഫൻസിലുള്ളവർക്കും ഫാമിലിക്കും എൻട്രി സൗജന്യമാണ് കേട്ടോ. നമ്മുടെ ID കാർഡ് കാണിച്ചാൽ മതി. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.